ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ, സാധാരണ നേരെ തിരിച്ചാ വന്ന സ്ഥിതിക്ക് വിശാഖ തന്നെ ആദ്യത്തെ പരിപാടിയാ. എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്തു നീ ഒരു പ്രിപ്പറേഷൻ അല്ലേ പല പരിപാടിക്കും പോയേക്കുന്നത്. ഓക്കെ, ഞാൻ ചെയ്തോളാം. എനിക്കൊരു ഫോൺ തരാം. ഫോണം തരാ. അതൊന്നുമല്ല, നമ്മളിപ്പം ഈ ആദർശിനെയൊക്കെ വളർത്തിയ സമയത്തുണ്ടല്ലോ, അച്ഛനും അമ്മയും പറയും ഉണ്ണിക്കാൽ വളരെ വളരെ, പക്ഷെ വളർത്തില്ലായിരുന്നു. ഈ ഇടയ്ക്ക് അവൻ എന്ത് ചെറുതായിട്ടൊന്ന് വളർന്നേ. അതുപോലെ എന്റെ കുഞ്ഞു ജിറാഫ് ഉണ്ണിക്കാൽ വളരെ വളരെ. അത് കയ്യല്ലേ, നീ പച്ച അടിച്ച് ഇതടിക്കും. ഇത് കണ്ടോ, ഇത് കൊച്ചു പിള്ളേർക്ക് കളിക്കാനുള്ള സാധനം. 100 രൂപയുണ്ട് ഇതിന്റെ വില. ഇവിടെ വെച്ച് ഇവിടെ വെച്ചിട്ട് കാല് പറഞ്ഞു പോയി. ക്വാളിറ്റി ഇല്ലാത്ത സാധനം. ഇത് കണ്ടോ, ടിക്കറ്റ് വാവേ. യോഗാസനം. ആസനം എല്ലാം അറിയാം. ഒരാസനം കാണിച്ചേ, പേര് പറയണം. പേര് പറയണം ആസനത്തിന്റെ. ഇതെന്നതാ, ഇത് മൂലാസനം, ഇത് അപ്പീടായിരിക്കുന്നല്ലേ. രസമുണ്ട്, നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫൺ സാധനം. ആദർശിന് ബുദ്ധിയൊക്കെ ഉള്ള കൂട്ടത്തിലാ. പിന്നെ ആദർശം അടിപൊളിയാണ്. ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് ഇവിടെ ചെലവന്മാർക്ക് ചൊറച്ചിൽ ഇച്ചിരി കൂടുതലാണ്. ചെലവന്മാർക്ക് ആൾക്കാർക്കില്ലേ? ചുമലേ പച്ചേ അവന്മാർക്ക് ചൊറിച്ചിലുണ്ടെന്ന് സ്വയം അറിയത്തില്ല. അങ്ങനെയുള്ള മാമന്മാർക്ക് ഞാൻ കൊണ്ടുവരുന്നതാണ് ഡ്രാക്കുളയുടെ കൈയുള്ള ചൊറിയുന്ന സാധനം. ഇത് വെച്ച് ചൊറിച്ചുള്ളവന്മാർക്ക് അറിയാം. അത് കൊള്ളാം, അത് കൊള്ളാം, അത് നല്ല സാധനം. ഇത് വെച്ച് എന്തും ചൊറിയാം. ഇതാണോ കൊണ്ടുവരുന്നത്? എല്ലാവർക്കും അറിയാവുന്ന എനിക്ക് കൈയുണ്ട് ചൊറിയാൻ. ഇയാൾ ഈ കൈ കൊണ്ട് ഇവിടെ ചൊറിഞ്ഞാണ്. ചൊറിഞ്ഞു ഇങ്ങനെ ചൊറിഞ്ഞാണ്. ഞാൻ ചൊറിഞ്ഞാണ്. അവിടെ അല്ല, ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളെ ചൊറിയാൻ ഞങ്ങളുടെ കൈ മതി. പക്ഷെ ഇത് നടുവേനയുള്ളവർക്കാണ്. എന്തോ ചൊറി കാണിച്ച് ഞാൻ വിജയിച്ചു. എനിക്ക് കൈ എത്തുന്നതുകൊണ്ട് ഞാൻ ചൊറയാം. എനിക്കും കൈയെത്തുന്നു. നല്ല 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 ഉപകാരമുള്ള സാധനം. അമ്മാമാർക്ക് കണ്ടിട്ട് പെണ്ണിന്റെ കൈ പോലും ഇല്ലേ? നിനക്ക് പലതും തോന്നി മാറി. ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇതാകെ ഗുണമുണ്ട്. പണ്ടത്തെ മറ്റേ ചൊറിയുന്ന സാധനം അതിനൊക്കെ ഒറിജിനാലിറ്റി വന്നു. പിന്നെ കൈ ആവുന്നോണ്ട് വേറെ ഒരാൾ ചൊറിയുന്നതിന്റെ ഒരു ഫീലും കിട്ടും. ചേട്ടൻ ഇത് വെച്ചോ, ചേട്ടനെ അപ്പി ഓനാടുക. സ്റ്റവ് കത്തിക്കുന്ന സാധനം എന്നാ തെറ്റി. ഇത് കറണ്ട് അടുപ്പിക്കുന്ന സാധനം. ധൈര്യമുള്ള കൈ ഞാൻ അതിന്റെ പവർ വെച്ചോ. ഇതെന്നാ അറിയാം, ഇത് വിശാഖ കല്ല് വീഴുമ്പോഴേക്കും വായിക്കൂടെ ഇട്ടിട്ട് തോണ്ടിയെടുക്കണം. നീ എന്നോടൊന്ന് തുറന്നേടാ. പറ്റിച്ചേ. വേനയില്ല, ചെറിയ കുടുംബം. മുറിഞ്ഞു സോറി, അങ്ങനെ ഇതൊക്കെ അപകടം പിടിച്ച സാധനങ്ങളാ. കയ്യെ വെക്കേണ്ട സാധനമല്ല. പർപ്പസ് ഞാൻ പറഞ്ഞില്ല. കയ്യെ വെക്കണ്ടേ? പിന്നെ ഇത് എവിടെയാ വെക്കണ്ടേ? ഒരു എക്സാമ്പിൾ, ഫോൺ നോക്കിക്കൊണ്ടിരുമ്പോ ക്ലോസറ്റിൽ ഫോൺ പോയെന്ന് വെച്ചോ, കൈയിട്ടെടുക്കാൻ അർത്ഥം വരില്ലേ? നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വെച്ച്. ഓ, അത് ശരിയാ. പപ്പി നോക്കി എടുക്കണം. അല്ലെങ്കിൽ നീ അതെടുക്കും. നാളെ വിശാഖ ഇത് മേടിക്കും. എന്നിട്ട് ആദ്യം ഒന്ന് ഇട്ട് നോക്കും. എന്നിട്ട് ഇതിട്ടിട്ട് തിരിച്ചെടുക്കാൻ നോക്കും. അതിനെ അച്ചടി കൃഷ്ണമണി ചൂണ്ടിയെടുക്കാവോ? കണ്ണൊന്ന് കാണിച്ചേ. ഇന്നത്തെ പ്രൊഡക്റ്റ് ആണ് മെറ്റാ റേ-ബാൻ സ്മാർട്ട് ഗ്ലാസ്. മോനെ, ഇത് ക്യാമറ ഉള്ളതല്ലേ? ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലെ ഒരെണ്ണം. ഇത് കിടുന്ന സാധനമാണ്. ഇതിനകത്ത് ക്യാമറയുണ്ട്. ലൈറ്റ് ഒക്കെ കണ്ട് ക്യാമറ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ റേബാൻ പി തന്നെ. അത് പിണ്ടി പിണ്ടി ഞങ്ങള് കണ്ട ഇതൊരു ടൈം മെഷീൻ ആണ്. നമുക്ക് ഇതിനകത്ത് 128 GB മെമ്മറി ഉള്ള. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒത്തിരി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഫില്ല് ചെയ്ത് വെക്കാം. അത് മാത്രമല്ല, ഇതിൽ അസിസ്റ്റന്റ് ഉണ്ട്. ഹേയ് മെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർത്താനം പറയുന്നത് നമ്മളോട് തിരിച്ച്. ഇതിനകത്ത് അസിസ്റ്റന്റ് ഉണ്ട്. എന്നിട്ട് ഇതിനോട് പറഞ്ഞ് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം, പറഞ്ഞ് ഫോട്ടോ എടുക്കാം, വെതർ എന്താണെന്ന് ചോദിക്കാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്. അത് മാത്രമല്ല,
ഹെഡ്ഫോൺ വെക്കാതെ നിങ്ങൾക്ക് പാട്ട് കേൾക്കാം. വെളിയിൽ നിൽക്കുന്നവരും കേൾക്കും. ആ വെളിയിൽ നിൽക്കുന്നവർ കേൾക്കും ഒരു 60% അബോവ് ക്വാളിറ്റി വന്നു. അതിന് താഴെ വന്നാൽ കേൾക്കത്തില്ല. നീ വെച്ച് ട്രൈ ചെയ്തു. LED ഇൻഡിക്കേറ്റർ ഉണ്ട് പ്രൈവസിക്ക് വേണ്ടി. ആൾക്കാർ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ. പക്ഷേ ഇത് വെച്ചോണ്ട് പോയിട്ട് ഒരു മനുഷ്യനും അറിയാം. ഒന്നുമില്ല, വിഷായനെ പോലുള്ള ഒരു കറുത്ത സ്റ്റിക്കർ ഒട്ടിച്ച് ഇല്ല സ്റ്റിക്കർ മതിലെ കളഞ്ഞു വീഴും. സ്റ്റിക്കർ ഒട്ടിച്ചാൽ വർക്കാത്തില്ല. അല്ല, അങ്ങനെ ഞാൻ നോക്കിയായിരുന്നു സ്റ്റിക്കർ ഞാൻ ചുമ്മാ വെച്ച് നോക്കിയതാ. ഹൈഡ് ചെയ്ത് നോക്കിയപ്പോ വെറുതെയാണോ? നിന്റെ വേണ്ട. കാരണം എന്നാ നിന്നെ പോലുള്ള ഉള്ളവന്മാര് കാരണം ദൂഷിതന്മാരെ കാരണം. ഇനി കളി വിചാരിച്ച തമിഴ്നാട്ടിൽ നമ്മുടെ റേഞ്ചേ ഓറ്റയ്ക്കകത്ത് റേവാനൊക്കെ ആവശ്യം കഴിഞ്ഞാൽ മടങ്ങി പോക്കറ്റ് വെക്കാം. ഞാൻ ഒരു ടാസ്കിലോട്ട് കിടക്കാം. ഒരു ഫൺ ഗെയിം റിയലായിട്ട് ഞാൻ കണ്ട്. ഫൺ ഗെയിം ഒരു പുളിങ് സാധനം. പക്ഷെ ആ ഗെയിം കളിക്കുന്ന കുട്ടൂട്ടിയാ. നമ്മൾ ഇതിനകത്തൊരു പുഷ് ബട്ടൺ വെച്ചിട്ടുണ്ട്. അതിനൊരു ക്ലോസ് അടപ്പുണ്ട്. കണ്ണ് കാണാവുന്നതിന് അടപ്പ് വേണം മാറ്റാം. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. അതിനുണ്ട് ഇപ്പൊ നിന്റെ കയ്യ് അറിയാതെ എങ്ങനെ ആ പുഷ് ബട്ടനെ കൊണ്ട ചുമ്മാ അവന്റെ ഒരു ടൂൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചൊരു വീക്ക് നിക്കട്ട് കിട്ടും. ഇനി അഥവാ അവന്റെ കയ്യെ പുഷ് ബട്ടനെ കൊള്ളുന്ന വെച്ചാൽ ഈ കെട്ടൂരി അവന് കൊടുക്കും. ഓ അപ്പൊ ഞാനും കളിക്കണം, ഇങ്ങനെ എടുത്ത് മാറ്റണം അല്ലേ? ആ നീയൊക്കെ മാറ്റാനുള്ള അവസരം ഉണ്ട്. ഓക്കെ. എടാ ഒരു കൈ രണ്ട് കൈയില്ല കൊടുക്കാം. ഇനി കഴിച്ചോ. ഒത്തിരി തവണ പറഞ്ഞത് നീ പിന്നെ ഞാൻ അറിയുന്നില്ലല്ലോ. നിങ്ങൾ ആഞ്ഞടിച്ചിട്ട് ഐഫോണിനെ കിട്ടണോ? നീ അടി. ഇല്ലേ പോയോ? കയ്യാ ടാസ്ക് കഴിഞ്ഞതല്ല. ഒരു റൗണ്ടേ കഴിഞ്ഞുള്ളൂ, ഇനി 5 റൗണ്ട് ഉണ്ട്. അയ്യോ അയ്യോ കണ്ണിന് വേദനിക്കുന്നു. അഞ്ഞ് രണ്ടുപേരെ കണ്ണിട്ട് നോക്കാം. ഇവൻ അടിക്കുന്നില്ല. അടിച്ചാലോ ഉള്ളടാ അത് വരത്തുള്ളൂ. നീ അടിച്ചോണ്ടിരിക്കും. സ്പീഡ് കണ്ണ് കാണണ. ഞാൻ അടിക്കാം. കൈ വെച്ച ഫൗളാണ്. അല്ല ഇത് എത്ര അടിയാന്നല്ല കണക്കല്ലോ. പഠിക്കുന്നവരെ രണ്ടുപേരും ഒരുമിച്ച് ഒറ്റ ഉണ്ടാക്കണം മക്കളെ. ലക്നൗ പിന്നെ കഴിഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു വിശാഖേ? ഇതുണ്ടോ ജിബുവിന് ഫോൺ ഭയങ്കര ഇഷ്ടമാണ്. ജിബുവിന്റെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ജിബുവിന്റെ ഫോണൊക്കെ ഇങ്ങനെ. അയ്യോ ഇത് ഇതിന്റെ പേര് ജിബുന്ന്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. കുട്ടൂട്ടി കോട്ടയത്തിന് അഭിമാനം. അതെ നാട്ടുകാരുടെ ഓർമ്മ, പിള്ളേരുടെ പ്രചോദനം. എടാ ഒരു കൈ അത് തൊട്ട് നോക്കട്ടെ, ആ താലം നോക്കട്ടെ.